ആവശ്യമായിട്ടാണ് ഇത് UDF ഉയർത്തിക്കൊണ്ട് വരുന്നത്. ശ്രീ ജോൺ പെരുവന്താനം, ഈ ഒരു വിഷയം തീ പിടിക്കുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല ശരിക്കും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്ന വലിയൊരു സാമൂഹ്യ വിപത്ത് തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ബ്രഹ്മപുരത്ത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ബ്രഹ്മപുരത്തിന് ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി എന്ത് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? കൊച്ചിയിലെ മലിനീകരണ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ കൊച്ചിയിലുള്ള അനാവശ്യ വ്യവസായ സ്ഥാപനങ്ങൾ ആദ്യം തന്നെ അടച്ചുപൂട്ടേണ്ടതുണ്ട്. കാരണം ഇതൊരു വ്യവസായ നഗരം എന്ന നിലയിൽ, അല്ലെ കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്ന നിലയിൽ കൊച്ചിയിൽ ജനങ്ങൾക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ, ജീവിക്കാൻ കഴിയണമെങ്കിൽ അവിടെ പരിസര മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ എല്ലാ വർഷവും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ തീയുടെ കാര്യം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ തീ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തീ അണയ്ക്കാനുള്ള സാധ്യത പരിമിതമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ചെയ്യേണ്ടത് അടിയന്തരമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആ മേഖലയിലേക്കുള്ള ആളുകളുടെ കടന്നുവരവ് തടയുകയും അവിടെ നിലവിൽ ജീവിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി ഒരാഴ്ചത്തേക്ക് എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുകയും നഗരത്തിലേക്കുള്ള എല്ലാ ഗതാഗതങ്ങളും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ നടത്താൻ തീരുമാനിച്ചാൽ മാത്രമാണ് ഇപ്പോഴത്തെ നിലയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഭോപ്പാൽ ദുരന്തം പോലെ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ആയിരക്കണക്കിന് വരിക. കാരണം പുറകെ കിടക്കുന്ന മനുഷ്യർക്ക് ഈ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും എല്ലാം കൂടി ശ്വസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഉറക്കം എന്നേക്കുമായുള്ള ഉറക്കമായി കൂടായില്ല. അതുകൊണ്ട് അത്തരമൊരു ദുരന്തത്തെ വിളിച്ചു വരുത്താതെ എത്രയും വേഗം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടിയാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. മറ്റൊന്ന്, കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നൂറുകണക്കിന് വ്യവസായശാലകൾ, ആ വ്യവസായശാലകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന രാസ മാലിന്യങ്ങൾ, അത് വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഇന്നത്തെ അതിന്റെ സ്ഥിതി. ഏതാണ്ട് ഡൽഹിയേക്കാൾ കൂടുതൽ മാലിന്യമുള്ള അവസ്ഥയിലാണ് കൊച്ചിയുടെ വായു മലിനീകരണത്തിന്റെ അവസ്ഥ. അത് ആളുകളുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുകയാണ്. കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നു, മുതിർന്നവരിൽ ആസ്മ ഉൾപ്പെടെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു, സ്ത്രീകളിൽ അബോർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള രോഗം ഉണ്ടാകുമോ അതെല്ലാം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം ഈ പരിസര മലിനീകരണമാണ്, വായു മലിനീകരണമാണ്. അതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം. ഈ കാര്യങ്ങളൊക്കെ കൊച്ചിയെ സംബന്ധിച്ച് കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ മലിനീകരണം തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിരന്തരമായി പറയുകയും അതിന് ആവശ്യമായുള്ള സമരങ്ങൾ നടത്തുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഭരണാധികാരികൾ ഞങ്ങളോട് വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ കേസുകളിൽ കുടുക്കി ജയിലിലടക്കുകയും ഞങ്ങളെയൊക്കെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി കൊച്ചിയുടെ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണം. അത് ഒരു രാഷ്ട്രീയ ചർച്ചയായി നമുക്ക് വിവാദമാക്കേണ്ടതില്ല. കാരണം ഒരു ദുരന്ത മുഖത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സയന്റിസ്റ്റുകളെയും എക്സ്പെർട്ടുകളെയും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു മോണിറ്ററിംഗ് സമിതി അടിയന്തരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യണം. അതുപോലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു അശാസ്ത്രീയമായിട്ടുള്ള സ്ഥാപനമാണ്, അൺസയന്റിഫിക് ആണ്. ഇത് കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. ലോകത്ത് ഉന്നതമായിട്ടുള്ള ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ മലിനീകരണ നിയന്ത്രണ സംവിധാനം ഇപ്പൊ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അത്തരം സംവിധാനത്തെ കുറിച്ച് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ മാലിന്യങ്ങളെല്ലാം കൂടി ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച് കൂട്ടി സംസ്കരിക്കുന്ന സംവിധാനം അതും ഒരു അസംബന്ധമാണ്. കഴിയുമെങ്കിൽ ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി പ്രായോഗികമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത്തരം നടപടിയിലേക്കാണ് പോവേണ്ടത്. അങ്ങനെ പോയാൽ മാത്രമാണ് ശാശ്വതമായി കൊച്ചിക്ക് ഈ മലിനീകരണത്തിൽ നിന്നും വിമുക്തി നേടാൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ ഈ പ്രശ്നം നാളുകളിൽ കൂടുതൽ
വഷളായിക്കൊണ്ടിരിക്കും. വാസ്തവത്തിൽ തലയണയ്ക്കടിയിൽ ടൈം ബോംബ് വെച്ച് കിടന്നുറങ്ങുന്ന അവസ്ഥയിലാണ് കൊച്ചി. ഏത് നിമിഷവും മഹാദുരന്തം ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതുകൊണ്ട് ഈ ഭരണാധികാരികളിൽ നിന്ന് ഈ നാടിനെയും ജനങ്ങളെയും രക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്.